കോഴിക്കോട് നഗരത്തിലെ തിരക്കേറിയ പാളയം മാർക്കറ്റിന് സമീപം ഞായറാഴ്ച രാവിലെ നടന്ന കൊലപാതകം വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പച്ചക്കറി മാർക്കറ്റിന് സമീപത്തെ ജനവാസ കേന്ദ്രത്തിൽ ബിജു എന്ന യുവാവിനെയാണ് സ്വന്തം മുറിയിൽ രക്തം വാർന്നു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നെഞ്ചുവേദനയെ തുടർന്ന് വിശ്രമത്തിലായിരുന്ന ബിജു ശനിയാഴ്ച രാത്രി പുലർച്ചെ 4 മണിക്ക് പശുവിനെ കറക്കാൻ എഴുന്നേൽക്കാം എന്ന് അമ്മ ബേബിയോട് പറഞ്ഞാണ് ഉറങ്ങാൻ പോയത്. രാവിലെ മുറിയിൽ നിന്ന് ശബ്ദമൊന്നും കേൾക്കാതിരുന്നതിനെ തുടർന്ന് അമ്മ വാതിൽ തുറന്നപ്പോഴാണ് കഴുത്തിലടക്കം ഗുരുതരമായ മുറിവുകളുമായി മകൻ മരിച്ചുകിടക്കുന്നത് കണ്ടത്. ബിജുവിന്റെ ശരീരത്തിൽ ചെറിയ ആയുധം ഉപയോഗിച്ച് ഏൽപ്പിച്ച 45ഓളം മുറിവുകളുള്ളതായി പോലീസ് സ്ഥിരീകരിച്ചു. പ്രദേശത്തെ ലഹരിമാഫിയയുടെ പ്രവർത്തനങ്ങളെയും പൊതുസ്ഥലത്തെ മദ്യപാനത്തെയും ബിജു ശക്തമായി എതിർത്തിരുന്നു. ലഹരിക്കച്ചവടത്തിനെതിരെ ഇദ്ദേഹം പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് അടുത്തിടെ പരിശോധനകൾ നടന്നിരുന്നു. ഇതിലുള്ള വിരോധമാണോ കൊലപാതകത്തിന് പിന്നിലെന്ന സംശയമാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത്. പ്രദേശത്ത് CCTV ക്യാമറകൾ കുറവായത് അന്വേഷണത്തിന് വലിയ വെല്ലുവിളിയാണ്. 2018 ഓഗസ്റ്റ് 23-ന് ഇതേ പ്രദേശത്ത് നടന്ന സിയ എന്ന വ്യക്തിയുടെ കൊലപാതക കേസ് ഇന്നും തെളിയാത്തത് നാട്ടുകാരിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. നഗരമധ്യത്തിൽ നടന്ന ഈ കൊലപാതകം ക്രമസമാധാന തകർച്ചയാണ് കാണിക്കുന്നതെന്ന് BJP ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു ആരോപിച്ചു. അന്വേഷണം ഊർജിതമാക്കി കുറ്റവാളികളെ ഉടൻ പിടികൂടണമെന്നാണ് ആവശ്യം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.